നമസ്തേ. ഈ ഭാഗം വായിച്ച് അവതരിപ്പിക്കുമ്പോൾ സാധാരണയുള്ള ശബ്ദത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ശ്രോതാക്കൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തത ശബ്ദത്തിൽ ഇല്ല എന്ന് അറിയിച്ചുകൊണ്ട് അത് സവിനയം ഉൾക്കൊള്ളണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ശ്രോതാക്കൾ സവിനയം ഉൾക്കൊള്ളുമെന്ന പ്രതീക്ഷയോടെ 20-ാമത്തെ ഭാഗം അവതരിപ്പിക്കുകയാണ്. ഇതുവരെയും വസിഷ്ഠന്റെ കീഴിൽ രാജകാര്യങ്ങളും അതേപോലെ ആയോധന വിദ്യകളും പഠിച്ച് പ്രാവീണ്യം നേടിയ ശ്രീരാമദേവൻ ഇനി വിശ്വാമിത്രന്റെ കീഴിൽ ശിക്ഷണം തുടരുകയാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ രാജകൊട്ടാരത്തിൽ നിന്നും പുറം ലോകത്തേക്ക് വന്ന് സാമൂഹിക പശ്ചാത്തലത്തിലുള്ള ഒരു ജീവിതം രാമൻ തുടങ്ങുന്നത് വിശ്വാമിത്രന്റെ യാഗരക്ഷയോടുകൂടിയാണ്. വിശപ്പ്, ദാഹം തുടങ്ങിയ ശാരീരികമായ അനുഭവങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മന്ത്രങ്ങളായ ബല, അതിബല എന്നീ മന്ത്രങ്ങൾ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ പഠിപ്പിച്ചു. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ നേരിടാനുള്ള അധ്യാപനമാണ് വിശ്വാമിത്രൻ ഇവിടെ നിന്നും തുടങ്ങുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. താടകാവധം. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ, രാഘവ സത്യപരാക്രമവാരിധേ, രാമ പോകുമാറില്ലീ വഴിയാരുമേയിതു കാലം, കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി, വാണിടും ദേശമല്ലോ, അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസിജനം, ഭുവനേശ്വരാ പോറ്റി, കൊല്ലണമവളെ നീ വല്ല ജാതിയുമതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ, മെല്ലവേയൊന്നു ചെറുഞാണൊലി ചെയ്തു രാമൻ, എല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം, ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി, പെരിക വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരമയച്ചു രാഘവനും, ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം, പാരതിൽ മലച്ചിറകറ്റു വീണതു പോലെ, ഘോരരൂപിണിയായ താടക വീണാളല്ലോ, സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവനുപദേശിച്ചു സലക്ഷ്മണം, നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനേ തത്ര വസിച്ചു കാമാശ്രമേ, രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്തയാ പുലർക്കാലേ, പൊക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം, രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ, പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു, താപസോത്തമ ഭവാൻ ദീക്ഷിക്കയാഗമനി, താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും, ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചിതു കൗശികനതുകാലമാഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും, മധ്യാഹ്നകാലേ മേദ്ഭാഗത്തിൽ നിന്നുമത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ, മാരീചസുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ.
കൊന്നിതു സുബാഹുവാം അവനെയൊരു ശരം. അന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഭിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിതു. രാമബാണമന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കേണമേ എന്നഭയം പൊക്കിയിടിനാൻ. ഭക്തവത്സലൻ അഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീചനം. പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ. ദേവദുന്ദുഭികളും ഘോഷിച്ചതു നേരം. യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു ഉണർന്നശ്രുപൂർണാർദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗി ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും പുജിപ്പിച്ചിതു വാത്സല്യത്താൽ. ഇനി നമുക്ക് ഇത്രയും വായിച്ചതിന്റെ അർത്ഥങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ ബല അതിബല എന്നീ മന്ത്രങ്ങൾ പഠിപ്പിച്ച് ഗംഗ കടന്ന് താടകാവനത്തിലേക്ക് പ്രവേശിച്ചു. താടകാവനം പ്രാപിച്ചീടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. താടകാവനത്തിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ വിശ്വാമിത്രൻ ഗൂഢസ്മേരം, എന്തോ ഉദ്ദേശം ഉള്ളിലുണ്ട് എന്ന ഒരു ഭാവത്തോടെ ചിരിച്ച് രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു. ഗൂഢസ്മേരം എന്ന് പറയാൻ കാരണം വിശ്വാമിത്രനും തപോനിധിയാണ്, ത്രികാലജ്ഞാനിയാണ്. എന്താണ് കഴിഞ്ഞതെന്നും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇനി എന്താണ് നടക്കേണ്ടത് എന്നും വ്യക്തമായി ബോധജ്ഞാനമുള്ള മഹർഷിയാണ് വിശ്വാമിത്രൻ. അതുകൊണ്ട് തന്നെ വിശ്വാമിത്രൻ പറയാൻ പോകുന്ന വാക്കുകളിൽ ഒരു രഹസ്യമായ ഉദ്ദേശവുമുണ്ട്. രാഘവ സത്യപരാക്രമവാരിധേ രാമ പോകുമാറില്ലീ വഴി ആരുമേ ഇതുകാലം. കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടകാഭയങ്കരി വാണിടും ദേശമല്ലോ. അല്ലയോ രാഘവ, സത്യപരാക്രമിയായ രാമ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. താടകയെയും അതേപോലെ മറ്റുള്ള രാക്ഷസഗണങ്ങളെയും വധിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് എന്ന പൂർണ്ണ ബോധത്തോടുകൂടി രാമന്റെ സത്യബോധത്തെ, പരാക്രമബോധത്തെ ഉണർത്തുകയാണ് ഇവിടെ വിശ്വാമിത്രൻ ചെയ്യുന്നത്. വിദ്യകൾ പഠിപ്പിക്കുന്നതിൽ വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വസിഷ്ഠൻ എഡ്യൂക്കേഷൻ ആണ് നൽകിയതെങ്കിൽ വിശ്വാമിത്രൻ ലേണിംഗ് ആണ്. എഡ്യൂക്കേഷനും ലേണിംഗും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാ രക്ഷിതാക്കളും തങ്ങളുടെ മക്കൾക്ക് എഡ്യൂക്കേഷൻ ആണ് നൽകുന്നത്. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുക എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഇന്നത്തെ രക്ഷിതാക്കൾ മക്കൾക്ക് എഡ്യൂക്കേഷൻ നൽകുന്നത്. എന്നാൽ ലേണിംഗ് എന്നത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ സാഹചര്യങ്ങളിലൂടെ നേരിട്ട് അവയെ വീണ്ടും എപ്രകാരം നേരിടണം എന്ന ഒരു പാഠമാണ് ലേണിംഗിലൂടെ ലഭിക്കുന്നത്. ഇവിടെ സാമൂഹിക ജീവിതത്തിൽ രാമലക്ഷ്മണന്മാർക്ക് ലേണിംഗ് നൽകുന്നത് വിശ്വാമിത്രനാണ്. വസിഷ്ഠനിൽ നിന്നും അടിസ്ഥാനപരമായി കിട്ടിയിട്ടുള്ള എല്ലാ രാജതന്ത്രജ്ഞതയും ആയോധന വിദ്യകളും പ്രായോഗിക തലത്തിൽ വരുമ്പോൾ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമോ അവയെല്ലാം തന്നെ സധൈര്യം നേരിടുവാനുള്ള പാഠങ്ങളാണ് വിശ്വാമിത്രനിൽ നിന്നും ശ്രീരാമദേവനും ലക്ഷ്മണനും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ യുവതലമുറകൾക്ക് പല രംഗങ്ങളിലും സാഹചര്യങ്ങളെ നേരിടാൻ പറ്റാത്ത വിധത്തിൽ മനോബലവും തന്റെ ഇടവും കുറയാനുള്ള കാരണം അവർ എഡ്യൂക്കേഷൻ എന്ന വിദ്യാഭ്യാസം എന്ന ഒരു സമ്പ്രദായത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠനം നടത്തിയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിസ്സാരമായ ഒരു പ്രതിസന്ധി വന്നാൽ ഇപ്പോഴുള്ള വളർന്നു വരുന്ന കൗമാരക്കാരായ കുട്ടികളും മറ്റും ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും നേരിടാനാവാതെ ആത്മഹത്യയെ പറ്റിയാണ് ചിന്തിക്കുന്നത്, മയക്കുമരുന്നുകളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. മക്കളിൽ സാമൂഹികാവബോധം വളർത്തിയെടുക്കുന്നതിൽ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ
നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ജീവിത വിജയം മക്കൾക്ക് നേടാനാവുകയുള്ളൂ. അല്ലയോ രാമ, ഈ കാട് കണ്ടില്ലേ നീ? കാമരൂപിണിയായ താടക. അവളെ പേടിച്ച് ആരും തന്നെ ഈ വഴിയിലൂടെ പോവാറില്ല. രാമായണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. തമിഴിൽ കമ്പരാമായണവും ഉത്തരേന്ത്യയിൽ തുളസി രാമായണവും അതേപോലെ മറ്റെല്ലാ ഭാഷകളിലും രാമായണത്തിന് വളരെയധികം പ്രചാരമുണ്ട്. കമ്പരാമായണത്തിൽ താടകാവനത്തെ പാലവനം എന്നാണ് പറയുന്നത്. പാലവനത്തിൽ ഉഷ്ണാധിക്യം കൊണ്ട് ഭൂമിദേവി പോലും സഞ്ചരിക്കാറില്ല എന്നാണ് പറയുന്നത്. വനദേവതയായ വനദുർഗ ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കാനാവാതെ, പക്ഷെ കാട്ടിൽ നിന്ന് പുറത്തു പോകാനും കഴിയാതെ കാട് മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലവനത്തിന്റെ മുകളിലൂടെ തന്റെ രഥം കൊണ്ടുപോകുവാൻ സൂര്യദേവന് പോലും പേടിയാണ്. 10,000 മതമിളകിയ ആനകളുടെ ശക്തിയോടുകൂടിയ താടകയെ പേടിച്ച് ആരും തന്നെ ഈ വനത്തിലൂടെ പോവാറില്ല. അവളെ പേടിച്ചാലും നേർവഴി നടപ്പില്ല. ഭുവനവാസിജനം ഭുവനേശ്വര പോറ്റി, കൊല്ലണം ഇവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊരു ചെറു ഞാണൊലി ചെയ്തു രാമൻ എല്ലാ ലോകവുമൊന്നു വിറച്ചിതതു നേരം. സ്ത്രീവധം ധർമ്മമാണോ എന്ന ഒരു ചോദ്യം ഇവിടെ രാമൻ വിശ്വാമിത്രനോട് ചോദിക്കുന്നുണ്ട്. രാക്ഷസീയമായ സ്വഭാവങ്ങൾ കാണിക്കുന്ന അവസ്ഥകളിൽ സ്ത്രീ പുരുഷ ഭേദത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്ന കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ താടകയെ നീ വധിക്കണം എന്നാണ് വിശ്വാമിത്രൻ ശ്രീരാമദേവനോട് പറയുന്നത്. ശ്രീരാമദേവൻ മെല്ലെ ഒരു ഞാണൊലി ചെയ്തു. ആ ഞാണൊലിയിൽ ലോകമെല്ലാം ഒന്ന് വിറച്ചു. ചെറു ഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി പെരികെ വേഗത്തോട് മടുത്തു ഭക്ഷിപ്പാനായി. അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം. പവിത്രമായ ലോകമുക്തികരമായ രാമബാണം താടകയുടെ മാറിൽ പതിച്ചു. പാരതിൽ മല ചിറകറ്റു വീണ പോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. രാമബാണമേറ്റ് താടക ഭൂമിയിൽ ഒരു വൻമല വീഴുന്നത് പോലെയാണ് വീണത്. സ്വർണരത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിദാനം പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാം. താടക ഒരു യക്ഷിയായിരുന്നു. ശാപം കൊണ്ട് ഒരു രാക്ഷസിയായി തീർന്നതാണ്. നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ് നമുക്ക് ശാപങ്ങളായി തിരിച്ചു കിട്ടുന്നത്. നാം ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ കർമ്മശുദ്ധിയാണ്. തന്റെ കർമ്മങ്ങൾ കാരണമായി അനുഭവിക്കേണ്ടി വന്ന ശാപം രാമബാണത്തിലൂടെയാണ് മോചിക്കപ്പെടുന്നത്. രാമമന്ത്രത്തിനും രാമബാണത്തിനും പാപമുക്തി നൽകുന്ന കാര്യത്തിൽ പരമമായ പവിത്രതയാണുള്ളത്. രാമമന്ത്രത്തിന്റെ മഹത്വത്തെക്കുറിച്ച് കഴിഞ്ഞ ഭാഗങ്ങളിൽ പലയിടങ്ങളിലും പറയുകയുണ്ടായിട്ടുണ്ട്. രാമകഥയ്ക്കും രാമമന്ത്രങ്ങൾക്കും രാമായണത്തിനും വേണ്ടി നാം ദിവസവും ചിലവഴിക്കുന്ന കുറച്ച് സമയം, നാം പാരായണം ചെയ്യുന്ന സമയം, നമ്മുടെ കർമ്മദോഷങ്ങളെ പവിത്രീകരിക്കാനുള്ള ഈശ്വരൻ തന്നെ അനുവദിച്ചനുഗ്രഹിച്ച ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക. കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം. പ്രായോഗികമായ ജീവിതത്തിൽ പ്രയോഗിക്കപ്പെടേണ്ടി വരുന്ന ആയോധന വിദ്യകളാണ് വിശ്വാമിത്രൻ രാമനും ലക്ഷ്മണനും പറഞ്ഞു കൊടുക്കുന്നത്. ദിവ്യാസ്ത്ര പ്രയോഗങ്ങളെല്ലാം വിശ്വാമിത്രൻ അവർക്ക് പറഞ്ഞുകൊടുത്തു. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമ്യാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്തയാ പുലർക്കാലെ. രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനും അന്നു രാത്രി രമ്യകാനനത്തിലെ കാമ്യാശ്രമത്തിൽ വസിച്ച് അടുത്ത ദിവസം സന്ധ്യാവന്ദനം ചെയ്ത് യാത്ര തുടർന്നു. മതങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ഹിന്ദു മതത്തിൽ ജനിച്ച ഏതൊരു ഹിന്ദുവും സന്ധ്യാവന്ദനം ആചരിച്ചിരിക്കേണ്ടതാണ്. സന്ധ്യാവന്ദനത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈശ്വരീയ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത്. നിത്യമായ ആചരണങ്ങളിലൂടെ മാത്രമേ അനുഗ്രഹപൂർണമായ ഈശ്വര സാന്നിധ്യവും ഈശ്വരീയമായ മാർഗദർശനവും സാധ്യമാവുകയുള്ളൂ. ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഹിന്ദുവിന്റെ
അനാചാരത്തിന്റെയും കുത്തഴിഞ്ഞ ജീവിതത്തിന്റെയും കാരണം സന്ധ്യാവന്ദനാദികളിലുള്ള ആചരണങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ്. പൊക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതുനേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താൽ. താടകാവനത്തിൽ നിന്ന് വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും സിദ്ധാശ്രമത്തിലെത്തി. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. കുറച്ചു സമയം അവർ വിശ്രമിച്ചതിന് ശേഷം ശ്രീരാമദേവൻ വിശ്വാമിത്രനോട് പറഞ്ഞു, താപസോത്തമ, ഭവാൻ ദീക്ഷിക്കയാകമിനി താപം കൂടാതെ രക്ഷിച്ചിടുവൻ ഏതു ചെയ്തും ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ട് ഞാൻ തപോനിധി. ഭവാൻ യാഗം തുടങ്ങിക്കൊള്ളുക, ഞാൻ യാഗരക്ഷ ചെയ്യാം. യാഗവും ദീക്ഷിച്ചിതു കൗശികനതുകാലം ആഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും മധ്യാഹ്നകാലെ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. വിശ്വാമിത്രൻ യാഗം തുടങ്ങുകയും യാഗത്തിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്ന പുക കണ്ട് രാക്ഷസന്മാരെല്ലാം അവിടേക്ക് ഓടിവരികയും മുകളിൽ നിന്ന് യാഗകുണ്ഡങ്ങളിലേക്ക് രക്തം വർഷിക്കാൻ തുടങ്ങി. പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹു വീരന്മാരെ പ്രയോഗിച്ചാൻ. രാമൻ ഉടനെ തന്നെ മാരീചനെയും സുബാഹുവിനെയും വധിക്കുന്നതിനു വേണ്ടി 2 ശരം തൊടുത്തു. കൊന്നിതു സുബാഹുവാം അവനെയൊരു ശരം. അന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ. ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനും. അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. ഒരു ബാണം കൊണ്ട് സുബാഹു വധിക്കപ്പെട്ടു. 2ാമത്തെ ബാണം മാരീചന്റെ പിന്നാലെ തന്നെ പിന്തുടരുകയായിരുന്നു. സമുദ്രത്തിൽ ചാടിയിട്ടും രാമബാണം പിന്തുടർന്നു. അവസാനം തന്നെ രക്ഷിക്കണമേ എന്ന് കരഞ്ഞു വിളിച്ച് രാമപാദങ്ങളിൽ അഭയം തേടി. പിന്നെ മറ്റെങ്ങുമൊരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്നഭയം പുക്കിയിടിനാൻ. ഭക്തവത്സലൻ അഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീചനും. ശ്രീരാമദേവൻ മാരീചന് അഭയം കൊടുത്തതോടുകൂടി മാരീചൻ ശ്രീരാമഭക്തനായി മാറി. പറ്റലർ കുലകാരനായ സൗമിത്രിയും മറ്റു പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ബാക്കിയുള്ള എല്ലാ രാക്ഷസപ്പടകളെയും ലക്ഷ്മണൻ കൊന്നു. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ. ദേവദുന്ദുബികളും ഘോഷിച്ചിതതു നേരം. തപോനിധികളായ മഹർഷിമാരുടെ യജ്ഞശാലയിൽ നിന്നും ഉയരുന്ന ഹവ്യങ്ങളാണ് ദേവന്മാരുടെ തേജസ് നിലനിർത്തുന്നത്. യാഗാഗ്നിയിൽ സമർപ്പിക്കപ്പെടുന്ന ദ്രവ്യങ്ങൾ അഗ്നിദേവനാണ് ദേവസമക്ഷത്തിൽ എത്തിക്കുന്നതും അതിൽ നിന്നുള്ള ഊർജം ആവാഹിച്ചെടുത്തുകൊണ്ടാണ് ദേവലോകത്ത് ദേവന്മാരുടെ ചൈതന്യം നിലനിൽക്കുന്നത്. രാക്ഷസരുടെ ഉപദ്രവം കാരണം മുടങ്ങിക്കിടന്ന യാഗശാലകളിൽ വീണ്ടും അഗ്നി ജ്വലിച്ചപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ദേവന്മാർ വളരെയധികം സന്തോഷിച്ചത്. യക്ഷ കിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ച. അവർക്ക് പേടികൂടാതെ ഇനി സഞ്ചരിക്കാം. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു ഉണർന്ന അശ്രുപൂർണാർദ്ര ആകുല നേത്രപത്മങ്ങളോടും വിശ്വാമിത്രനും വളരെയധികം ആനന്ദമുണ്ടായി. ഉത്സംഗയെ ചേർത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും ഭുജിപ്പിച്ചു വാത്സല്യത്താൽ. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ വാത്സല്യത്തോടുകൂടി ആശീർവാദം ചെയ്തു. ഇന്നു നാം വായിച്ച ഭാഗങ്ങളിൽ പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം, സന്ധ്യാവന്ദനാദികൾ നിത്യവും അനുഷ്ഠിക്കേണ്ടതാണ്. സന്ധ്യാവന്ദനാദികൾ മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഏത് സമുദ്രത്തിൽ പോയി ഒളിച്ചാലും ആ കർമ്മഫലം രാമബാണം പോലെ നമ്മെ നശിപ്പിക്കുന്നതിനായി നമ്മുടെ തൊട്ട് പുറകിലുണ്ടാവും എന്ന ഒരു അറിവ് ഇവിടെ വളരെ പ്രസക്തമാണ്. നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുടെയും ഫലങ്ങൾ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിൽ അനുഭവിച്ചേ തീരൂ. ഈ കർമ്മഫലബോധം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരു പ്രേരണയാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ്. ഓം
ശാന്തി ശാന്തി ശാന്തി.